ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ, ചിക്കൻ മന്തി. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ. ലോങ് ടൈപ്പിലുള്ള സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ ലോങ് ടൈപ്പിലുള്ള റൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. മന്തിക്ക് എപ്പോഴും നല്ലത് ഈ ഒരു സെല്ല റൈസ് തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് 1 മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനും ഒരു 200 ഗ്രാം കൂടി കൂടുതലുണ്ട് കേട്ടോ. 200 ഉണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളപ്പോൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കുക്കറാണ് എടുക്കുന്നത് ആ കുക്കറിൽ കൊള്ളാവുന്ന ചിക്കനാണ് എടുക്കേണ്ടത്. അതായത് കുക്കറിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിൽ തന്നെ ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒന്നിന് മുകളിലൊന്നും വരാത്ത രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കറുകപ്പട്ട, 8 ഏലക്കായ്, 1 ജാതിപത്രി, 4 കരയാമ്പൂ, ഇത്രയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കൻ ആയിട്ട് ചെറുതാണ് എടുത്തിരിക്കുന്നത്. റെഡും അതുപോലെ തന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കാണോ ഉള്ളതെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇവ ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു അരപ്പിടി പുതിനയില കൂടെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. കൂടെ തന്നെ ഞാനൊരു 3 ചിക്കൻ ക്യൂബ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുള്ള ചിക്കൻ ക്യൂബാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഉപ്പുള്ള ചിക്കൻ ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാനിന്ന് പൊടിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് മന്തി മസാലയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ആവശ്യമുള്ളവരോ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1/4 ടീസ്പൂൺ മന്തി മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് ഓയിലൂടെ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിലൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിരിക്കുന്നത്. സാധാരണ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പ് നോക്കി കേട്ടോ. അപ്പോൾ ഉപ്പ് എനിക്ക് കുറവായിട്ട് തോന്നി. ഇതിലേക്ക് ഞാൻ 1 ചിക്കൻ സ്റ്റോക്ക് കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തല്ലോ. അതിന് ശേഷം ഞാൻ ഫോർക്ക് വെച്ചിട്ട് എല്ലാ ചിക്കൻ പീസുകളും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഞാനൊരു അരമണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിൽ ചിക്കനിലെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. മന്തിയിലെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്രൈ ആവില്ല, പുഴുങ്ങിയ ടൈപ്പ് അല്ല, ആ ഒരു രീതിയിലായിരിക്കണം. ഒത്തിരി ഫ്രൈ ആയിട്ട് എടുത്താൽ മന്തിക്ക് അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അധികം ഫ്രൈ ആവാതെ നോക്കാം. ടോട്ടൽ നമുക്ക് 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാനപ്പോൾ റൈസ് കൂടെ ഈ ടൈമിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 പട്ട, 2 ഡ്രൈ ലെമൺ, 5 ഏലക്കായ്, 1 ജാതിപത്രി, 4 കരയാമ്പൂ, ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് റൈസിന് ഉപ്പുണ്ടാവില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മന്തി മസാല കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഒരു 8 മിനിറ്റ് കൂടെ ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടുകൂടെ കൊടുക്കാം. ഈ ചിക്കനിൽ നിന്നൊരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഈ റൈസ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ മാത്രമല്ല, ചിക്കനിൽ നിന്ന് ഈ ടൈമിൽ വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു വെള്ളവും ഈ ഓയിലും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൂടെ നമുക്ക് ഈ മന്തി റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. റൈസ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. തിളച്ചതിന് ശേഷം പാൻ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 13 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ റൈസ് കുക്കാവാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. റൈസ് ഒരു 90% ഒക്കെ കുക്കായാൽ മതി കേട്ടോ. നമ്മളിത് പിന്നീട് കുക്കറിലൊന്ന് ആവിയേറ്റിയോടെ എടുക്കുന്നുണ്ട്. റൈസ് വേവിക്കുന്നതിനിടയ്ക്ക് ഞാൻ 2 വട്ടം ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഞാനിതൊരു സ്റ്റീമറിലേക്ക് ഊറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ റൈസ് കുക്ക് ചെയ്താൽ മതി. റൈസ് മുഴുവൻ സ്റ്റീമറിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ചിക്കൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടി ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഈ റൈസ് മുഴുവനായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇതോടെ ഞാൻ ഈ റൈസിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓറഞ്ച് ഫുഡ് കളറൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 6 പച്ചമുളക് ഇതുപോലെ ഞാൻ ഈ റൈസിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെ നടുഭാഗത്ത് ആ ചോറ് ഇങ്ങനെ ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ ഈ ഒരു ബൗൾ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കത്തിച്ചെടുത്തിരിക്കുന്ന ചാർക്കോളൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പുകഞ്ഞ് വരും കേട്ടോ. ഈ ടൈമിൽ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ എയർ പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഫുള്ളായിട്ട് വലിയൊരു പ്ലേറ്റിലേക്ക് ചെരിഞ്ഞിടാൻ ചിക്കനൊക്കെ എടുത്ത് മാറ്റുക. അതിനുശേഷം അതിൽ ഓയിലും മറ്റുള്ള എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, കറുകപ്പട്ടയും കുരുമുളക് അങ്ങനെയുള്ള എല്ലാവരും കൂടെ നന്നായിട്ട് ആ ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക റൈസ്. എന്നിട്ട് റൈസ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഈ റൈസിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി അതുപോലെ തന്നെ മയോണൈസും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ 2ൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.